ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 ദിവസം മുന്നോ അത് ഇന്നലെയോ ഒരു ചേച്ചി, ഒരു പെൺകുട്ടി, ചേച്ചി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പെൺകുട്ടി, അവൾ ആ കുട്ടിയുടെ ഏതൊരു ബന്ധുവിൻ്റെ ഒരു അവസ്ഥയും പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ചായി പോയിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അതിലൊഴിക്കാനുള്ള ഡീസൽ മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഞാനെടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ കേട്ടപ്പോഴൊന്നും എനിക്കത് മോശമായിട്ട് തോന്നിയില്ല. കാരണം അവൾ പറഞ്ഞത് ശരിയാണ്. വലിയ വലിയ മന്ത്രിമാരടക്കം വിദേശത്ത് പോയിട്ടാണ് അസുഖങ്ങൾക്ക്, ചെറിയ പനിക്ക്, തലവേദനയ്ക്കൊക്കെ പോയിട്ട് ഡോക്ടറെ കാണുന്നത്. നമ്മൾ സാധാരണക്കാരാണ് കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ അടുത്തേക്ക് പോകുന്നത്. കാരണം നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. വലിയ വലിയ ഹൈടെക് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചികിത്സ നേടാനുള്ള സാമ്പത്തികം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സാധാരണക്കാർ ഈ ഹോസ്പിറ്റലുകൾക്ക്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ 1-2 അനുഭവങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു എന്ന് കരുതി കൊണ്ട് മാത്രം ഒരു ഭരണപക്ഷത്തെ ഈ സംഭവം നടക്കുമ്പോൾ ഏത് പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് ആ പാർട്ടീനെ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, അല്ലേ? അല്ലാതെ ഒരു ഭരണപക്ഷത്തെയോ ഒരു രാഷ്ട്രീയക്കാരെയോ നോക്കിയിട്ട് എല്ലാ സമയത്തും നമ്മൾ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അടുത്ത ആൾക്ക് വരരുത്. നമ്മളിപ്പോൾ പ്രതികരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ പ്രശ്നം എന്നേക്കുമായിട്ട് ഇല്ലാതാവും. അതിനു വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ സിറ്റുവേഷൻ നമുക്കത് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് നെഞ്ചു പൊട്ടും എന്നുള്ളൊരു അവസ്ഥ തോന്നുന്നത് കൊണ്ടാണ് നമ്മളത് പങ്കുവയ്ക്കുന്നത്. പങ്കുവയ്ക്കപ്പെടുമ്പോൾ രാഷ്ട്രീയക്കാർ അത് കാണുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അത് ഷെയർ ചെയ്ത ആൾക്കാരെ വഴക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നതിന് പകരം ആ പറഞ്ഞ പ്രശ്നം, ആ വ്യക്തി എന്ത് പ്രശ്നമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നം നാളെ ഒരാൾ ആ ഒരു പ്രശ്നവും ഏറ്റുപിടിച്ചുകൊണ്ട് അതേ സെയിം പ്രശ്നം കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നേക്കുമായിട്ട് ആ പ്രശ്നം ഒഴിവാക്കുക എന്നതാണ് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഒരു വ്യക്തി അത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിനെ, അപ്പോൾ പറഞ്ഞ ആൾക്ക് ഇല്ല പ്രശ്നം, അത് പോസ്റ്റ് ചെയ്ത വ്യക്തികൾക്കാണ് പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്തവർക്കാണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. കാരണം ഇതുപോലത്തെ അവസ്ഥകൾ നമുക്കും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അമ്മാമ്മയെ കൊണ്ടുപോയപ്പോഴും എൻ്റെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ അന്ന് കാഷ്വാലിറ്റിയിലേക്ക് ഒരു രോഗിയെ കൊണ്ട് ഓടി ചെല്ലുമ്പോൾ ഡോക്ടർമാർ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് തന്നെ രോഗിയെ നോക്കുക. രോഗിക്ക് ഞങ്ങൾക്ക് ഒരു അസുഖമില്ല എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ എന്താണ് രോഗത്തിൻ്റെ, ആ രോഗിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാരണമില്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർ ആശുപത്രിയിലേക്ക് ഓടി വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് രോഗിക്ക് അസുഖമില്ല എന്ന് തോന്നിയാൽ പോലും ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ ആ രോഗിയുടെ ഒരു ആശ്വാസത്തിന് നിങ്ങൾ ആ രോഗീനെ നോക്കുക, പരിചരിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഒ.പി. ടിക്കറ്റ് എടുക്കാൻ പറയേ, അല്ലെങ്കിൽ നിങ്ങൾ വാർഡിലേക്ക് മാറ്റാൻ പറയേ. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ രോഗിക്കോ അല്ലെങ്കിൽ എനിക്കോ അവിടുന്ന് നല്ല ഒരു പരിഗണന ലഭിച്ചു. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടും. ഇപ്പം ആ കുട്ടി പറഞ്ഞത് എന്താണ്? അവിടെ കറണ്ട് പോയി ജനറേറ്റർ വർക്ക് ചെയ്യാനായിട്ട് ഇതില്ല എന്നാണ് പറഞ്ഞത്. ഡീസൽ മേടിക്കാൻ പൈസ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്കറിയാം അവിടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. അത് കംപ്ലൈൻ്റ് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരാതിപ്പെടേണ്ടത്, കാശുമില്ലെങ്കിൽ അത് പരാതിപ്പെടേണ്ടത് ഞങ്ങൾ ജനങ്ങളാണോ? അത് ഏത് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഏത് ഓഫീസിൽ പോയിട്ട് പരാതിപ്പെടണം എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളാണോ ചെയ്യേണ്ടത്? ആ ആശുപത്രിയിലുള്ള അധികൃതരല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അതിലേക്ക് വേണ്ട എന്തൊക്കെ, മെയിനായിട്ട് കറണ്ട് അത്യാവശ്യമാണ്, അല്ലേ? ആ ആശുപത്രിയിലേക്ക് വേണ്ട സൗകര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് ഏത് ഭരണത്തിലുള്ള ആൾക്കാരായാലും അവരാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഈ ജനങ്ങൾക്ക് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. സാധാരണക്കാരായ എന്നെ പോലുള്ള ദിവസക്കൂലിക്ക് പോണ ആളുകൾക്കൊന്നും തന്നെ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏത് ഭരണം ആണ് നടക്കണമെന്ന് നോക്കിയിട്ടോ ജീവിക്കുന്നവരല്ല. ഇന്ന് ജോലിക്ക് പോയാൽ ഇന്ന് കൂലിയുണ്ട്, ഇന്ന് ഞങ്ങളുടെ അടുപ്പിൽ അരി വേവും. അതുമാത്രമാണ് ഞങ്ങൾ സാധാരണക്കാർ നോക്കുന്നുള്ളൂ. പാർട്ടി ഏത്, ഭരണം ഏത്, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ
നമ്മളിങ്ങനെ പ്രതികരിക്കുമ്പോൾ, സാധാരണക്കാർ പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, അവരുടെ എന്തെങ്കിലും വലിയ അറിവുകൾ നമ്മളുടെ അടുത്ത് പങ്കുവെച്ചുകൊണ്ട്. ഈ അറിവ് നമുക്കറിയാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെന്ന് പെടുന്നത്, പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അതൊക്കെ തീർത്ത് ശരിയാക്കിയാണ്. ഒരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക. ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം എന്താ? രോഗികളെ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ജോലി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർ OP ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, അവർ എന്നിട്ടാണ് അതൊക്കെ എടുത്തിട്ടുണ്ടോ നോക്കിയിട്ട് വേണ്ടിയിട്ടാണ് അവർ ചെയ്യേണ്ടത്. കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇരിക്കുന്ന റൂമിലേക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ആ രോഗിനെ പരിശോധിക്കുക. അതിനുശേഷം അറ്റൻഡറുടെ അടുത്തോ അല്ലെങ്കിൽ നഴ്സുമാരുടെ അടുത്തോ പറഞ്ഞ് അവരെ കൊണ്ട് OP ടിക്കറ്റ് എടുപ്പിക്കുക. ഫസ്റ്റ് അതല്ലേ ചെയ്യേണ്ടത്. അങ്ങനത്തെ നോർമലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഞങ്ങൾ സാധാരണക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട്. അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തും കൂടി ഇല്ല. ഈ പറഞ്ഞ പോലെ ഞാനത് ഒരു പെൺകുട്ടിയുടെ വിഷമം പറഞ്ഞത് ഇതാക്കിയപ്പോൾ അത് ഞാനെടുത്ത് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അതിന് കമൻറ്റ് ഇട്ടു. ഞാനത് മിണ്ടാണ്ട് ഒരു ലൈക്ക് മാത്രം അടിച്ചിട്ട് പോയി. പിന്നെ ഇന്നാണ് ഞാൻ ആ കമൻറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ശരിയല്ലേ, ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്കറിയോ? ഇല്ല. അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങളെല്ലാം ശരിയാക്കി നിൽക്കണം. മെയിനായിട്ടൊരു ആശുപത്രിയിൽ ജനറേറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും മോശമുള്ള കാര്യമാണ്. അത് അത്രയ്ക്ക് വലിയ പറഞ്ഞു പോയത് തെറ്റാണോ? ഇപ്പം ജനറേറ്ററിൽ ഡീസൽ അടിക്കാനുള്ള കാശിന് ഏത് ഓഫീസറിൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കണമെന്ന് ഈ പറഞ്ഞ വ്യക്തിയാണോ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? അത് ആശുപത്രിയിൽ അധികൃതരോ? എന്താണ് ആ വ്യക്തി അങ്ങനെ ഒരു കമൻ്റ് ഇട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആ കമൻറ്റിന് എനിക്ക് പറയാവുന്നത് ഞാൻ പറഞ്ഞു, ഒരു ഇത് ഇട്ടുണ്ട്. ഇനി അടുത്ത കമൻറ്റ് എന്താണ് വരുന്നതെന്നുള്ളത്, റിപ്ലൈ എന്താണ് വരുന്നതെന്നുള്ളത് അറിയില്ല. എന്നാലും പ്രിയപ്പെട്ട ഭരണത്തിലിരിക്കുന്ന ഏത് പാർട്ടിയിലുള്ളവരായാലും, നമുക്ക് കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരു പാർട്ടിയിലെയും ഒരു കളറുകളും അന്വേഷിച്ചോ നോക്കിയോ നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല. നമുക്കൊരു പാർട്ടിയും ആവശ്യവുമില്ല. നമ്മൾ ജോലി ചെയ്താൽ ആ കൂലി കിട്ടുന്നുണ്ട്. ആ കൂലി കിട്ടിയാൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്, അന്നും ഇന്നും എന്നും. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ, നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും വോട്ടിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടേതായ വിഷമങ്ങളോ ഞങ്ങളുടേതായ പ്രശ്നങ്ങളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. എങ്കിൽ കൂടി ഞങ്ങൾ ഈ പങ്കുവയ്ക്കുന്നത് നാളെ ഒരാളുടെ ജീവൻ, ഈ ഒരു പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കണം എന്ന് കരുതി ഏതെങ്കിലും ഒരു അധികൃതർ അത് പ്രശ്നം തീർത്ത് കഴിഞ്ഞാൽ വേറൊരു ജീവൻ രക്ഷപ്പെടും. ഇപ്പോൾ നമ്മൾ ഒരു 100 വയസ്സുള്ള ഒരു അമ്മാമേനെയോ 150 വയസ്സുള്ള ഒരു അമ്മാമേനെയോ 90 വയസ്സുള്ള ഒരു അമ്മാമേനെ, ഇപ്പം എൻ്റെ അമ്മാമയ്ക്ക് 81 വയസ്സുണ്ടായിരുന്നു. ആ അമ്മാമേനെ കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർക്ക് നോക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നിലത്ത് കിടത്താം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന വയസ്സായ ആൾക്കാരെയും കൊച്ചുകുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ആ ജീവൻ അത്രയ്ക്കും അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. ഇത് മരിക്കേണ്ട പ്രായമല്ലേ, വയസ്സായ ആളല്ലേ, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി ഇടാനാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലിടാം. ഇവിടുന്ന് ഞങ്ങൾ ഇത്രയും ടെൻഷൻ അടിച്ച് വണ്ടി പിടിച്ച് ഇത്രയും ദൂരത്തേക്ക്, അത് മുളകുന്നത്തുകാവ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ദൂരമുണ്ട്, അത്രയും ദൂരത്തേക്ക് ഒരു ജീവനെയും കൊണ്ട് ഞങ്ങൾ ഓടിയെത്തുമ്പോൾ ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടിയെത്തുന്നത്. ഡോക്ടർമാർ നിസ്സാരമായിട്ട് വയസ്സായതല്ലേ കുഴപ്പമില്ല, അല്ലെങ്കിൽ നഴ്സുമാരും കമ്പൗണ്ടർമാരും പറയുന്നത് അത് പ്രായമായതല്ലേ, ഇനിയിപ്പോൾ ഇതിനൊന്നും പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലിട്ടാൽ മതി, പോകേണ്ടവർ പോയിക്കോട്ടെ, പോകണമെന്ന് ദൈവം വിളിച്ചാൽ ഈ പ്രായം നോക്കേണ്ട ആവശ്യമില്ല, മനുഷ്യരായ എപ്പോഴും പോകേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇവരും പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് നമുക്കൊരു ആശ്വാസമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്നും അവരെ രക്ഷിക്കാനുള്ളത് ചെയ്യാൻ പറ്റിയാൽ അത്ര നല്ലതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ മാതിരി അധികൃതരുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോഴാണ് ആ സങ്കടം, വിഷമം നമുക്ക് താങ്ങാൻ പറ്റാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്തിനത്? അമ്മമ്മയുടെ കാര്യം പറഞ്ഞാലുണ്ടാ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ രാഷ്ട്രീയക്കാരെ എന്തിനാ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടണം? ഇന്ന ഓഫീസറുടെ അടുത്ത് പോയി ഇന്ന കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ പരിഹാരപ്പെടും എന്നുള്ളത് ഇത് ഇവർക്ക് ആദ്യമേ ചെയ്ത് വെച്ചൂടെ?
ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കണത്? ഞങ്ങളാണോ അതൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്? ഒരു ആശുപത്രി നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയില്ലേ അതിനകത്ത് ജനറേറ്റർ വേണം, കറണ്ട് പോയ ജനറേറ്റർ വേണം, ജനറേറ്ററിൻ്റെ അടിക്കാനായിട്ട് ഡീസൽ വേണം, പെട്രോൾ വേണം, എന്താ വേണ്ടതെന്നുള്ളത് അവർക്ക് അറിയില്ലേ? ഇത് ഞങ്ങൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണോ? അതോ ഞങ്ങൾ ഈ ആശുപത്രിയിൽ വരുന്നത് ഞങ്ങളാണോ ഈ വക സാധനങ്ങൾക്കുള്ള കാശൊക്കെ അടയ്ക്കേണ്ടത്? എല്ലാവരെയും വേണ്ടി ചോദിക്കുകയാണ്. ഇത് ഇങ്ങനെ നടക്കുന്ന മോശം അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ അവകാശമില്ല എന്നാണോ രാഷ്ട്രീയക്കാർ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സാധാരണക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ആ സന്ദർഭത്തിൽ നടക്കുന്ന അവസ്ഥകളെ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അധികൃതർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഇപ്പോൾ എന്ത് പ്രശ്നത്തിലാണ് ഒരാൾ വന്നിട്ട് സങ്കടം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കടം നാളെ മറ്റൊരാൾ വന്നിട്ട് വീണ്ടും ലൈവ് ഇടാൻ ഇടവരുത്തരുത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രികളിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെറിയൊരു സംഭവം പോലും അത് ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വരുമോ? ഇല്ല. ഞങ്ങളവിടെ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലാതെ നിങ്ങളുടെ അടുത്ത് അത് പ്രായമായതാണ്, അല്ലെങ്കിൽ ചെറിയ പനിയല്ലുള്ളൂ, കുഴപ്പമില്ല, കൊച്ചുകുട്ടീനെ കൊണ്ട് ചെല്ലുമ്പോൾ ആ ചെറിയ പനിയല്ലുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് 101 ഡിഗ്രി പനിയുണ്ട്, ആ കുട്ടീനെ നടത്തിക്കൊണ്ട് നിന്ന് അത് കാരണം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം കൊച്ചിനെ നോക്കുള്ളൂ എന്ന് ഡോക്ടർമാർ വാശി പിടിക്കുന്നു. 10 രൂപ 1 രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 രൂപയാണ് ടിക്കറ്റ്. അതൊക്കെ പോട്ടെ, ഇപ്പം ടിക്കറ്റിൻ്റെ വിലയൊക്കെ വികസനത്തിൻ്റെ ഭാഗമാണ്, വികസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ചെല്ലുമ്പോൾ അത് നമ്മുടെ ഒരു ആശ്വാസത്തിനാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടറുടെ ജോലി എന്താണ്? രോഗികളെ നോക്കുക എന്നുള്ളതാണ്. അതല്ല നിങ്ങൾക്ക് കാശിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. അല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് കുത്തിയിരുന്നിട്ട് കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്ന രോഗികളെ നോക്കുകയാണെങ്കിൽ OP ടിക്കറ്റ് കിട്ടിയാലേ നോക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഡോക്ടർമാരെ കിട്ടിയിട്ട് നമുക്ക് ഉപകാരമില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കറണ്ട് പോയി ജനറേറ്റർ ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നോക്കേണ്ടത് ഗവൺമെൻറ് അല്ലേ? അത് പറഞ്ഞതാണോ തെറ്റ്? ആ കുട്ടി പറഞ്ഞതാണോ തെറ്റ്? അതോ ആ കുട്ടി പറഞ്ഞ വീഡിയോ നമ്മൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളത് ഷെയർ ചെയ്തതാണോ തെറ്റ്? ഒരാൾ നല്ല കാര്യം പറയുമ്പോൾ നമുക്കത് ഷെയർ ചെയ്ത് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരു പാർട്ടീനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് ആരും ഷെയർ ചെയ്യുന്നതല്ല. ചെയ്യുന്നവരും പറയുന്നവർക്കും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന സമൂഹമായിപ്പോയി നമ്മുടേത്. വികസനം എന്ന് പറഞ്ഞ് റോഡൊക്കെ വലിയ റോഡുകളൊക്കെ നിലത്തെത്തി തുടങ്ങി, നിലംപതിച്ച് തുടങ്ങി. ഇതാണ് വികസനം. ഒന്നും പറയാൻ പാടില്ല. പാർട്ടി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് പാർട്ടി ഇല്ല സാർ. ഞങ്ങൾക്ക് പാർട്ടീനെ കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞങ്ങളുടെ കൺമുന്നിൽ കാണുന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് പാർട്ടി ചെയ്തു എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലേ, അല്ലെങ്കിൽ ആ വകുപ്പ് ഏത് മന്ത്രിയുടെയാണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഞങ്ങൾ സാധാരണക്കാർക്ക്, വലിയ ഹൈടെക്കിലുള്ള ആൾക്കാർക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ അമേരിക്കയിലോ യൂറോപ്പിലേക്കോ പോകാൻ പറ്റും. ഞങ്ങൾ സാധാരണക്കാരെ എവിടെ പോകും? അതുകൊണ്ട് പറഞ്ഞുതരൂ. ഇപ്പോൾ ഈ മഴക്കാലം വന്ന് എത്രയോ വീടുകൾ പൊളിഞ്ഞു പോയി. അവർക്കൊന്നും പോകാനായിട്ട് ഒരു സ്ഥലമില്ല. വീടൊക്കെ പോയി കഴിഞ്ഞാൽ അവരെവിടെ പോകും? ഒരുപാട് കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നതിലും ഭേദം നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പം ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടീനെയോ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരെയോ അടിച്ചമർത്താനോ അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം ഒഴിവാക്കി വിടണം, അല്ലെങ്കിൽ ആ പ്രശ്നം നാളെ ഒരാൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് മാത്രം ചെയ്യുന്നൊരു കാര്യത്തെ അതങ്ങനെയായിട്ട് മാത്രം കാണുക. ആ പ്രശ്നത്തെ ആ പ്രശ്നം പറയുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കാതെ മാക്സിമം നിങ്ങൾ ഉദ്യോഗസ്ഥരെ വിവരം ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ പോയിട്ട് ഞങ്ങൾ വിവരമില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിയും ബോധമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ലൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നു. വിവരം ബുദ്ധിയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് ഒഴിവാക്കുക.